കമ്പനി വന്നപ്പോൾ തന്നെ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ഒക്കെ വിഷയം ഇട്ടിട്ട് ഓൾറെഡി എന്നെ കുറെ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു മെന്റലി. ആ സമയം മുതൽ ഞാൻ ഭയങ്കര ബോയ് ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ റിക്കവർ ആയി വരെയായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു ഇതും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത് കണ്ടിട്ട് ബാഡ് ആവും. ഹലോ, റണ ഫാത്തിമ എയർപോർട്ടിൽ വന്നിറങ്ങുന്നതും അത് കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ടിനെ പോയി കെട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ളൊരു വിഷ്വല് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പിന്നെ യൂട്യൂബിലാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വിഷ്വൽസിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ രണ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഞാൻ ബിഗ് ബോസിലെ 50 days കംപ്ലീറ്റ് ആയി ഗായ്സ്. അപ്പൊ ഇതിന്റെ 50 days കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ്. ഇതിന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ അവിടെ 50 days ഒക്കെ നിർത്തിയില്ല, അതന്നെ വലിയ കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോ ഞാൻ തന്നെ ഹെഡ്സെറ്റ് ഊരി വെച്ചിട്ടുണ്ട്. അമ്മാതിരി സൗണ്ട് ആയിരുന്നു. പക്ഷെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇത്ര അലറിയിട്ട് ഇവരോട് സംസാരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്ര അലറി സംസാരിച്ചാലും ആരും മൈൻഡ് ആക്കൂല. അതുകൊണ്ടാണ് ഇങ്ങനെ അലറി സംസാരിക്കുന്നത്. വൈദവേ അത് നിങ്ങൾക്ക് അരോചകമായിട്ടോ എന്തായിട്ടോ തോന്നിയെങ്കിലും ഐ എം എക്സ്ട്രീംലി സോറി. അപ്പോൾ ആ തിരിച്ചറിവുണ്ടായല്ലോ, സമാധാനം. ആൾക്കാർക്ക് എന്തുമാത്രം ഇറിറ്റേഷനായിരുന്നു ഇയാൾ അതിൻ്റെ അകത്ത് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ചപ്പോൾ ഉണ്ടായത് എന്നുള്ളത് സ്വയം ഒരു തിരിച്ചറിവായതിൽ നല്ല കാര്യം. ബിഗ് ബോസ് കാണാതെ നിൽക്കണ്ട, ഞാൻ ഫൈനലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 മണി പൊലിച്ചൊക്കെ ആയപ്പത്തിലേക്ക് ഞാൻ ചെന്നൈ എയർപോർട്ടിൽ എത്തി. എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ ആരോടും ഒരു പേഴ്സണൽ ഗ്രജസ് ഒന്നുമില്ല. ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ട് ഓളെടുത്തത്. പക്ഷെ മസ്താനിമോളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് സ്വാഭാവികം. മസ്താനി മോളോട് പ്രത്യേകം ഒരു സ്നേഹം ഇല്ലാതിരുന്നെങ്കിലാണ് പ്രശ്നം. ഉള്ളതുകൊണ്ട് സ്വാഭാവികം, എന്തായാലും കാണുമല്ലോ അല്ലേ. അതിനുശേഷം ബട്ടർ മിൽക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലെത്തി. ഞാൻ മോനെ നാട്ടിലെത്തിയപ്പോണ്ട് ഫുള്ളും മീഡിയക്കാര്. ഞാൻ പേടിച്ചോ. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി ഇരുന്ന്. ഒന്നാമത്തത് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഞാൻ നാട്ടിലൊരു ഇൻവെർട്ടർ ആണ്, അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു മടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ആലിബിനെ വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഹാപ്പിനെസ് ആയത് ഗൈസ്. പിന്നെ എപ്പോഴത്തെ പ്രശ്നം ഞാൻ ആദ്യം ആലിബിനെ കയറി കെട്ടിപ്പിടിച്ചതാണ്. എന്താ ചെയ്യുക, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ആലിബ്. പിന്നെ പാവം മോൻ എന്ത് പേടിച്ച് ഗൈസ്. ഞാൻ ഇൻവെർട്ടർ ആണെങ്കിൽ ഓൻ അതിനെക്കാട്ടി വലിയ ഇൻവെർട്ടർ ആണ്. സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്റെ അമ്മനെ കെട്ടിപ്പിടിക്കാതെ ആദ്യം ആലിബിനെ കെട്ടിപ്പിടിച്ചതാണ് ഗൈസ്. എനിക്ക് വേണമെങ്കിൽ മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഫേക്ക് അടിച്ച് നിൽക്കാം. പക്ഷെ എൻ്റെ അമ്മക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം ആലിബിൻ്റെ കാര്യമാണ്. അപ്പോൾ എനിക്കത് ഇങ്ങനെ മുന്നേ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത്. ഇപ്പം ഇതൊരു വിഷയമായിട്ട് വരാൻ കാരണം എന്താണെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് രണയ്ക്ക് ഞാൻ പല കാര്യങ്ങൾക്ക് രണയുടെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യത്തിന് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. രണയ്ക്ക് 19 വയസ്സാണ്. ഈ 19 വയസ്സിൽ ഒരു കാമുകൻ, ആ കാമുകനെ അമ്മ അടുത്ത് നിൽക്കുമ്പോൾ അമ്മയെ മൈൻഡ് ചെയ്യാതെ കാമുകനെ കെട്ടിപ്പിടിച്ചത് അത് വലിയ പ്രശ്നമായി അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ആരോടാണോ അവരുടെ അടുത്തായിരിക്കും എൻ്റെ ദേഷ്യവും സ്നേഹവും കരുതലൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിപ്പം വേറെ ആരൊക്കെ മുന്നിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരെ ഞാൻ അത് കാണിക്കത്തുള്ളൂ. അല്ലാണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, അതായത് വേറെ ആൾക്കാരുടെ അടുത്ത്. സോ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുടെ അടുത്ത് ഞാൻ ആദ്യം പോയി അത് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ രണയും ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പലർക്കും നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്. കാരണം ഉമ്മ അവിടെ ഉണ്ട്, ഉമ്മയെ മൈൻഡ് ചെയ്തില്ല, ബോയ് ഫ്രണ്ടിനെ പോയി കെട്ടിപ്പിടിച്ചു. കാരണം ഒന്നാമത് ആ കുട്ടിയുടെ ഏജ്, രണ്ടാമത്തെ കാര്യം ആ ഏജിലൊരു കാമുകൻ. ഇതാണ് എല്ലാവർക്കും നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ശരി, എന്നാൽ ടാറ്റാ.